വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായന ഭാഗം 1 പത്രോസ് 3 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി 2 തിമോഥെയോസ് 4 അധ്യായം 10 വാക്യം. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് പോലെ തന്നെയാകണം നമ്മുടെ തൊഴിലിടങ്ങളിലെയും സാമൂഹിക ഇടങ്ങളിലെയും ഇടപെടലുകൾ. മാത്രമല്ല, ദാസനായാലും യജമാനനായാലും ചെയ്യേണ്ടതായ ധർമ്മങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഭാവത്തിൽ ചെയ്യേണ്ടതും പ്രധാനമാണ്. ഇവ വിശുദ്ധ പൗലോസ് കൊലോസ്യ ലേഖനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നവയാണ്. ഇത്തരത്തിൽ പൗലോസിനോടൊപ്പം ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ദേമാസ്. ജനസമ്മതൻ എന്നതാണ് ദേമാസ് എന്ന പേരിൻ്റെ അർത്ഥം. എന്നാൽ മാനുഷികമായ ഉത്തരവാദിത്വങ്ങളെ ദൈവിക ഭയത്തോടെ കാണുന്നതിൽ ദേമാസിന് വീഴ്ച സംഭവിച്ചു. ദേമാസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അപജയങ്ങൾ എന്തായിരുന്നു എന്ന് നോക്കാം. ഒന്നാമതായിട്ട്, നല്ല തുടക്കങ്ങൾ എപ്പോഴും വിജയത്തിലെത്തണമെന്നില്ല. എല്ലാ തുടക്കങ്ങളും അഥവാ ആരംഭങ്ങളും വിജയത്തിലെത്തണമെന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. എന്നാൽ എല്ലാ തുടക്കങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ എത്തണമെന്നില്ല. ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയ അനേക വ്യക്തികളെ നാം തിരുവചനത്തിൽ കണ്ടതാണ്. കൂടാതെ നമ്മുടെ സമൂഹത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദേമാസ് പൗലോസിൻ്റെ ഒരു കൂട്ടുവേലക്കാരനായിരുന്നു. മാത്രമല്ല, വിശ്വാസികളുടെ കൂട്ടത്തിൽ മുൻനിരക്കാരനായി ദേമാസും ഉണ്ടായിരുന്നു. എന്നാൽ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4 അധ്യായത്തിൻ്റെ 14 വാക്യത്തിലും ഫിലേമോൻ 24 വാക്യവും അതിന് മുൻഗണന നൽകുന്ന ഭാഗങ്ങളാണ്. മാത്രമല്ല, പൗലോസിൻ്റെ ആദ്യത്തെ കാരാഗ്രഹവാസത്തിൽ പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ശിഷ്യനുമായിരുന്നു ദേമാസ്. ഈ ജീവിതത്തിൽ ആഴത്തിലുള്ള വിശ്വാസവും ദൈവബോധവും രൂപപ്പെടുത്തുവാൻ ദേമാസിന് സാധിച്ചില്ല. അതിനാൽ നല്ല ആരംഭമായിരുന്നു, എന്നാൽ അദ്ദേഹത്തിന് വിജയത്തിലേക്ക് കടക്കുവാനായിട്ട് സാധിച്ചില്ല. രണ്ടാമതായിട്ട്, ലോകസ്നേഹം ആത്മീയ വീഴ്ചയ്ക്ക് കാരണമായി തീർന്നു. ദേമാസ് കൊലോസ്യക്കാരനാണെന്നും തെസലോനിക്കക്കാരനാണെന്നും കരുതുന്ന പണ്ഡിതന്മാരുണ്ട്. പൗലോസിൻ്റെ സഹപ്രവർത്തകനായിരുന്ന ദേമാസ് പൗലോസ് അപ്പോസ്തലൻ 2 പ്രാവശ്യം റോമിൽ ബന്ധനസ്ഥനായപ്പോൾ ക്രിസ്ത്യാനികൾക്ക് നേരെ ഉപദ്രവമുണ്ടായതിനാൽ പൗലോസിനെ ഉപേക്ഷിച്ചു കളഞ്ഞ് അദ്ദേഹം തെസലോനിക്കയിലേക്ക് പോകുന്നു. ഇത് 2 തിമോഥെയോസ് 4 അധ്യായം 10 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതാണ് നമ്മൾ കുറിവാക്യമായി വായിച്ചതും. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി എന്നാണ് അവിടെ പറയുന്നത്. ദൈവത്തെക്കാളേറെ ലോകത്തെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസിയായിട്ട് ഇവിടെ തീരുകയാണ് ദേമാസ് ചെയ്യുന്നത്. മാത്രമല്ല, റോമിൽ നിന്ന് കിഴക്കൻ പ്രദേശങ്ങളിലേക്കുള്ള ഇഗ്നേഷ്യൻ പെരുവഴി കടന്നു പോകുന്ന പ്രധാന പട്ടണങ്ങളിലൊന്നായിരുന്നു തെസലോനിക്ക. അതിനാൽ തന്നെ ആ പട്ടണത്തിന് പ്രത്യേക പ്രാധാന്യവും ഉണ്ടായിരുന്നു. റോമ ഗവൺമെൻറ് സ്വയംഭരണം അനുവദിച്ചു കൊടുത്തിരുന്നതും വ്യവസായ പ്രാധാന്യവുമുള്ള ഒരു പട്ടണവുമായിരുന്നു തെസലോനിക്ക. അതിനാൽ അദ്ദേഹം തെസലോനിക്കയിലേക്ക് മടങ്ങിപ്പോയെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഇവിടെ ദൈവിക ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്നും കൂടുതലായി അദ്ദേഹം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് കാണുന്നത്. ക്രിസ്തുവിനേക്കാൾ കൂടുതൽ മുൻഗണന ലോകത്തിന് നൽകുന്നു. അങ്ങനെ ശുശ്രൂഷയിലെ ജാഗ്രത കുറവ് അദ്ദേഹത്തിൻ്റെ ആത്മീയ വീഴ്ചയ്ക്ക് കാരണമായി തീരുന്നു. പ്രിയമുള്ളവരെ, ദേമാസിൻ്റെ ജീവിതം ഇന്ന് നമ്മോട് പറയുന്നത്, എൻ്റെ പേരും പ്രവർത്തനത്തിൻ്റെ തുടക്കവും ഏറെ അർത്ഥപൂർണമായിരുന്നു, എന്നാൽ ജീവിതത്തിൻ്റെ അവസാനമാണ് ഏറെ പ്രധാനം. അവിടെ എനിക്ക് വീഴ്ച സംഭവിച്ചു എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എപ്രകാരമാണ്? ഒരു വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ ലോകസ്നേഹത്തിനാണോ ക്രിസ്തുവിനാണോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറെ പ്രാധാന്യം നൽകുന്നത്? നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താം, പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഈ ലോകത്തെക്കാളും ലോകത്തിലുള്ളതിനേക്കാളും ഏറെ അങ്ങയെ സ്നേഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.